നമുക്കിന്ന് ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് നല്ലൊരു ഫേസ് ക്രീം ഉണ്ടാക്കിയാലോ. നമുക്കറിയാം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. നമ്മുടെ സ്കിന്നിനെ സ്മൂത്തനാക്കാനും ഒരു പിങ്കിഷ് ഗ്ലോ തരാനും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻറ്റി ഏജിങ് ആണ്, റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ധാരാളം ഗുണങ്ങളടങ്ങിയ ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു ഞാൻ എടുത്തേക്കുന്ന ബീട്രൂട്ടിൻ്റെ പീലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പീലിൽ നിന്ന് നമുക്കിതുപോലെ ഫേസ് ക്രീം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പീലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ ജ്യൂസ് ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യവും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. ഇപ്പം നമുക്ക് ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ ഒലിച്ച് പോകത്തതേ ഉള്ളൂ. അപ്പം നമുക്കിതിനെ ഒരു സ്മൂത്ത് ജെൽ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് 1 മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റീൽ കണ്ടെയ്നറാണ്. അതിലേക്കാണ് ഞാനിത് മാറ്റി വയ്ക്കുന്നത്. ഇതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫേസിൽ അതുപോലെ ലീവ് ചെയ്യാം. രാവിലെ നമ്മളൊരു മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം.